ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നലെ പാട്ട ഗേൾസ് എല്ലാവരും ഇവിടെ അടിച്ച് പിരിഞ്ഞിട്ടുണ്ട്. ആദിലയും നൂറയും അനുമോളും എല്ലാം ഇന്നലെ കിച്ചണിൽ നടന്ന പ്രശ്നത്തിൻ്റെ പേരിൽ അനുമോളെ രണ്ടുപേരും അങ്ങനെ അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ്. മുരിഞ്ഞ വഴക്കായിരുന്നു ഇന്നലെയൊക്കെ നടന്നിരുന്നത്. ഇന്ന് രാവിലെയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെയൊക്കെയാണ് നടക്കുന്നത്. അതിനിടയിൽ അനീഷ് ചെന്ന് ഇത് ഒത്തുതീർപ്പാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ആദിലയ്ക്കും നൂറയ്ക്കും അനുമോളെടുത്ത് മിണ്ടണമെന്നുണ്ട്. പക്ഷേ അനുമോള് ഇതിപ്പം അവരെ മിണ്ടാൻ വേണ്ടി വന്നപ്പോഴും മുഖം കൊടുക്കാതെ ഇരിക്കുകയാണ്. അനുമോള് വാശി കാണിച്ച് അവരോട് ചേരാതെ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞ ഒരു ചെറിയൊരു പ്രശ്നമാണ്, ഇത്രയും വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പറഞ്ഞ് സോൾവ് ചെയ്ത് രണ്ടുപേർക്കും വീണ്ടും മിണ്ടാവുന്നതേ ഉള്ളൂ. പക്ഷേ അനുമോളുടെ വാശി കാരണം ഇപ്പം അവർ മിണ്ടാതെ നടക്കുകയാണ്. അത് കഴിഞ്ഞ ആഴ്ച അക്ബർ ഗ്യാങ്ങിനെതിരെ തിരിഞ്ഞവരാണ് ഇവർ. ഇപ്പം ഇവരെ 3 പേരെയും അങ്ങനെ പൊട്ടി പാളിഷായിട്ട് ഇരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെ കർമ്മ എന്നും പറഞ്ഞ് കമൻ്റൊക്കെ ഇടുന്നുണ്ട് എല്ലാവരും. കഴിഞ്ഞ ആഴ്ച അക്ബറിനെയും നെവിനെയൊക്കെ അനുമോളും ഗ്യാങ്ങും തകർത്ത് അടുക്കിയിരുന്നു. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇവരുടെ ഗ്യാങ്ങിനും പറ്റിയത് എന്നാണ് എല്ലാവരും സോഷ്യൽ മീഡിയ വഴി പറയുന്നത്. അനീഷും ഷാനവാസൊക്കെ നല്ല രീതിയിൽ ഒത്തുതീർപ്പാക്കാൻ നോക്കുന്നു എങ്കിലും അനുമോൾ ഒരു വിധത്തിലും അടുക്കുന്നില്ല എന്നാണ് നമുക്ക് ലൈവ് കണ്ടപ്പോൾ മനസ്സിലാകുന്നത്. ലൈവിൽ ഇന്നിപ്പം പണപ്പെട്ടിയുടെ 3ാമത്തെ ദിവസമാണ്, ക്യാഷിൻ്റെ മണി ബാങ്കിൻ്റെ. ഇന്ന് ലക്ഷങ്ങളാണ് കിട്ടാൻ പോകുന്നത് ഇവർക്ക്. ഇന്നത്തോടു കൂടി തന്നെ മണി ഇത് തീരുന്നതാണ്. നാളെ ജയിലായിരിക്കും വരാൻ സാധ്യതയുള്ളത്. അതോടുകൂടി ഈ വീക്കും അവസാനിക്കുന്നതാണ്. ഇന്നിനി വേറെ എന്തെങ്കിലും സംഭവ വികാസം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പ്രൊമോ വരുമ്പോൾ മനസ്സിലാകും. ലൈവിൽ ഇതുവരെ നടന്നത് ഇതാണ്. മാത്രമല്ല രാവിലെ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അതായത് ഇത്രയും ദിവസം നിങ്ങൾ ഈ വീട്ടിൽ നിന്നപ്പോൾ ഉണ്ടായ മാനസിക സമ്മർദ്ദം നിങ്ങൾ എങ്ങനെയാണ് അത് തരണം ചെയ്ത് മുന്നോട്ട് വരുന്നത് എന്നായിരുന്നുള്ള മോർണിംഗ് ആക്ടിവിറ്റിയിലുള്ള പറയാനുള്ളത്. അതിനനുസരിച്ച് എല്ലാവരും ഓരോന്നും പറഞ്ഞു. ചിലർ പറഞ്ഞു, അനീഷൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ രാവിലെ നേരത്തെ എണീക്കും, അതുപോലെ കിളികളോടൊക്കെ സംസാരിക്കും. മാത്രമല്ല പറയാനുള്ളത് തൻ്റെ ഇന്നർ സോളിനോട് തന്നെ സംസാരിക്കുമ്പോൾ മാനസിക സമ്മർദ്ദം എല്ലാം കുറയും എന്നൊക്കെയാണ് അനീഷ് പറഞ്ഞത്. അതുപോലെ പലരും അക്ബറും ഷാനവാസും എല്ലാം ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു. ഇനി വരാനുള്ളത് ക്യാഷിൻ്റെ ബാങ്ക് മണി വീക്കിൻ്റെ ലാസ്റ്റ് ഡേയ്സിലുള്ള ടാസ്കുകളാണ്. ലക്ഷ്യങ്ങളാണ് ഇന്ന് വരാൻ പോകുന്നത്. അപ്പോൾ അത് ഇന്ന് ആർക്കാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് അറിയാവുന്നതാണ്.